ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ട് നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഒന്ന് ഇട്ട് കൊടുക്കണം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പെരുംജീരകം നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു കറുവപ്പട്ടയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഒരു ഉള്ളി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉള്ളിയും തക്കാളിയും കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പൊടികളുടെ മണക്ക മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി വെച്ചതാണ്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പം മസാലയും ഉരുളൻകിഴങ്ങും കോളിഫ്ലവർ ഒക്കെ പാടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ ചിക്കൻ മസാലയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അത് വേവാൻ ആവശ്യമായ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് വറ്റി വന്നതിന് ശേഷം കേട്ടോ. ഇനി അവസാനം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി വീണ്ടും ഒന്നുകൂടി കട്ടേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഗ്രേവിയോ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കാം. അല്ലെങ്കിൽ ഒന്നുകൂടി തിക്കാക്കാം കറി. ഇനി അതിലേക്ക് കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ചൂടാറി കഴിയുമ്പോഴത്തേന് കറി ഒന്ന് കുറുകി വരും. ഇതപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്